സ്പാനിഷ് പരിശീലകൻ ലൂയിസ് എൻറിക്കയുടെ മാജിക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും PSG വേറെ ലെവലിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്കും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാണ് റയൽ മാഡ്രിഡിനെ 4-0 തകർത്ത് PSG ക്ലബ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് നേടി അധികമായിട്ടില്ല. അതിനകം മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റിന്റെ ഫൈനൽ കളിക്കാൻ പോവുകയാണ് PSG. ചെൽസിയാണ് എതിരാളികൾ. റയൽ മാഡ്രിഡിനെ ശരിക്കും നിലംപരിശാക്കുന്ന ഒരു പ്രകടനമാണ് സെമി ഫൈനലിൽ PSG കാഴ്ചവെച്ചത്. തുടക്കത്തിൽ തന്നെ ആദ്യ 10 മിനിറ്റിനുള്ളിൽ തന്നെ 2 ഗോളുകൾ നേടിയതോടുകൂടി തന്നെ മത്സരം ഏതാണ്ട് സീൽ ചെയ്ത അവസ്ഥയിൽ തന്നെയായിരുന്നു PSG. റയൽ മാഡ്രിഡ് പണ്ടത്തെ പോലെയല്ല, ഒരു തിരിച്ചുവരവിനുള്ള കെൽപ്പൊന്നും അവർക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും 2 ഗോളുകൾ വഴങ്ങി അവസാനം 4-0 പരാജയപ്പെടേണ്ട ഒരു സാഹചര്യമാണ് സാബി അലോൺസോയുടെ ടീമിനുണ്ടായത്. അതിലും വലിയൊരു പരാജയം നേരിടേണ്ടതായിരുന്നു. ഭാഗ്യം കൊണ്ട് സ്കോർ ലൈൻ 4-0 ഒതുങ്ങി എന്നത് റയൽ മാഡ്രിഡിനെ ആശ്വസിക്കാം. റയൽ മാഡ്രിഡിന്റെ ഡിഫൻസിലെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. മിഡ്ഫീൽഡിൽ ഇപ്പോഴും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരു ടീമായിട്ട് കളിക്കാൻ റയൽ മാഡ്രിഡിന് സാധിക്കുന്നില്ല എന്നുള്ളത് വീണ്ടും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനീഷ്യസ് ആണെങ്കിലും എംബാപ്പെ ആണെങ്കിലും ഇവരെല്ലാം ഒരു സെൽഫ് പ്ലേ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇവരുടെ മത്സരം കാണുമ്പോൾ തോന്നുന്നത്. അത് മാത്രമല്ല, പലപ്പോഴും ബാക്കോട്ട് ഇറങ്ങി വരാനൊന്നും അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഒരു ടീം എന്നുള്ള രീതിയിലുള്ള ഒരു സ്പിരിറ്റ് കൊണ്ടുവരാൻ സാബി അലോൺസോയ്ക്ക് ഇനിയും സമയം വേണ്ടി വരും. കാരണം അദ്ദേഹം വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ജഡ്ജ്മെന്റിലേക്കൊന്നും ഒരിക്കലും പോകാൻ പറ്റില്ല. നല്ലൊരു പ്രീ സീസൺ പോലും സാബി അലോൺസോയ്ക്ക് ലഭിച്ചിട്ടില്ല. അപ്പം അദ്ദേഹത്തിന് എന്തായാലും നല്ലൊരു വർക്ക് അവശേഷിക്കുന്നുണ്ട്. ഒരു വലിയ ചാലഞ്ച് തന്നെയാണ് സാബിക്ക് മുമ്പിലുള്ളത്. കാരണം റയൽ മാഡ്രിഡിനെ ഒന്ന് ഉടച്ച് വാർക്കേണ്ടതുണ്ട്. ഒരു മോഡേൺ ഫുട്ബോൾ സ്റ്റൈലിലേക്ക് റയൽ മാഡ്രിഡിനെ മാറ്റിക്കൊണ്ടുവരേണ്ടത് ഒരു വലിയ പ്രോസസ്സ് തന്നെയായിരിക്കും. ഒന്ന്, എല്ലാവരും ഒരേ സ്വരത്തോടെ കളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒത്തൊരുമയോടെ കളിക്കുന്ന ഒരു ടീമാക്കി മാറ്റിയെടുക്കണം. പിന്നെ അതിനൊപ്പം തന്നെ നല്ലൊരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറെ, ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡറെ സൈൻ ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഡിഫൻസിനെയും അറ്റാക്കിനെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇല്ല എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് റയൽ മാഡ്രിഡിൻ്റെത്. പിന്നെ ഡിഫൻസിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇപ്പൊ മിലിറ്റാവും കർവഹാലൊക്കെ ഫുൾ ഫ്ലെഡ്ജ് ആവുമ്പോൾ കുറച്ചൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഇനിയും ഒരു സെന്റർ ബാക്കിനെ റയൽ മാഡ്രിഡിന് ആവശ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡീൻ ഹോയ്സനൊപ്പം നിൽക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ അത്യാവശ്യമാണ്. കാരണം ഡീൻ ഹോയ്സന്റെ അഭാവം റയൽ മാഡ്രിഡിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഹോയ്സന്റെ റെഡ് കാർഡ് വലിയ ആഘാതം തന്നെയാണ് സെമിയിൽ റയൽ മാഡ്രിഡ് ഉണ്ടാക്കിയത്. കാരണം ഡീൻ ഹോയ്സനെ കേന്ദ്രീകരിച്ചായിരുന്നു സാബി അലോൺസോയുടെ ഒരു ഡിഫൻസീവ് മെക്കാനിസം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ബിൽഡപ്പുകളൊക്കെ തുടങ്ങിയിരുന്നത് ഹോയ്സണിൽ നിന്നായിരുന്നു. അപ്പൊ ഹോയ്സന്റെ അഭാവം ആ ഒരു ഡിഫൻസിനെ ശരിക്കും ഉലച്ചു എന്ന് പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു ചൗമേനിയെ സെൻട്രൽ ബാക്കായി കളിപ്പിക്കുന്നതായിരുന്നു അസൻസിയോയെ ഇറക്കുന്നതിനേക്കാൾ നല്ലത്. അസൻസിയോ തുടക്കത്തിൽ തന്നെ പാളി. ആദ്യത്തെ ഗോള് അസൻസിയോയുടെ മിസ്റ്റേക്കിൽ നിന്നാണ് ഫാബിയാൻ റൂയിസ് നേടിയത്. രണ്ടാമത്തെ ഗോളാണെങ്കിൽ വെൽ എക്സ്പീരിയൻസ് ആയി റൂഡിഗറുടെ മിസ്റ്റേക്കിൽ നിന്ന് ഡെംബെലെ സ്കോർ ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് തന്നെ റയൽ മാഡ്രിഡിന്റെ ആ ഒരു സ്പിരിറ്റ് പോയി എന്നുള്ളതാണ്. പിന്നീട് കാര്യമായുള്ള ഒരു എഫേർട്ടൊന്നും റയലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ PSG എന്ന് പറഞ്ഞാൽ റയലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയുള്ള ഒരു ടീമാണ്. എല്ലാ മേഖലയിലും ഒരുപോലെ കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. മികച്ച രീതിയിലുള്ള അറ്റാക്കിംഗ് നിര, മികച്ച രീതിയിലുള്ള മിഡ്ഫീൽഡേഴ്സ്, വളരെ വിഷനുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഭാവനാസമ്പന്നരായ മിഡ്ഫീൽഡേഴ്സ്, അതിനൊപ്പം ഒന്നാം തരം പ്രകടനം കാഴ്ചവെക്കുന്ന ഡിഫൻഡേഴ്സ്. പലപ്പോഴും ഡിഫൻഡേഴ്സിന്റെ പേര് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാറില്ല, പ്രത്യേകിച്ച് 2 സെന്റർ ബാക്കുകൾ. ഇപ്പം ഈ മത്സരത്തിൽ പാച്ചോ ഉണ്ടായിരുന്നില്ല. പക്ഷെ പാച്ചോയുടെ അഭാവം നന്നായിട്ട് പരിഹരിക്കുന്ന പ്രകടനം തന്നെയാണ് ലൂക്കാസ് ബെറാൾഡോ എന്ന് പറയുന്ന 21-കാരനായ ബ്രസീലിയൻ ഡിഫൻഡർ കാഴ്ചവെച്ചത്. എക്സ്പീരിയൻസ്ഡ് ആയ ടീമിന്റെ ക്യാപ്റ്റനായ മാർക്കിനസിനൊപ്പം ഗംഭീര പ്രകടനം തന്നെയാണ് PSG വേണ്ടി കാഴ്ചവെച്ചത് ബെറാൾഡോ. അപ്പം ബെറാൾഡോയുടെ പെർഫോമൻസ് ആണെങ്കിലും മാർക്കിനസിന്റെ പെർഫോമൻസ് ആണെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. മാർക്കിനസ് ഓരോ മത്സരം കഴിയും തോറും വേറെ ലെവലിലേക്ക് വരുന്ന രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലീഡർഷിപ്പിന് പറ്റിയ രീതിയിലുള്ള പെർഫോമൻസ് ആണ് മാർക്കിനസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ലൂയിസ് എൻറിക്കയുടെ ഒരു മാജിക് ഇത് തന്നെയാണ്. കാരണം അദ്ദേഹം ഈ ടീമിൽ ഉണ്ടാക്കിയ മാറ്റം, യുവതാരങ്ങൾ മികച്ച രീതിയിൽ ഉയർന്നു വരുന്നു, എക്സ്പീരിയൻസ്ഡ് ആയ പ്ലേയേഴ്സിന്റെ കോൺഫിഡൻസ് വർദ്ധിച്ച് അവർ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ടോട്ടലായിട്ട് എല്ലാവരും ഒരുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ കളിക്കുന്നു എന്നുള്ളതാണ് PSG ഏറ്റവും വലിയ വിജയം. അതും ഈ ഒരു ടീമിനെ അദ്ദേഹം മാറ്റിയെടുത്തതാണ് വലിയൊരു അത്ഭുതം. വെറും 2 സീസണിനകമാണ് ഇത്രയും ഒരു ചേഞ്ച് അദ്ദേഹം കൊണ്ടുവന്നത്. PSG എന്ന് പറയുമ്പോൾ ഒരു ട്രോൾ മെറ്റീരിയൽ ആയുള്ള ഒരു ടീമായിട്ട് മാറിയിരുന്നു, പ്രത്യേകിച്ച് ഒരു 3 വർഷം മുമ്പൊക്കെ. ആ ഒരു സാഹചര്യത്തിൽ നിന്ന്, അതായത് സൂപ്പർ താരങ്ങളെ അല്ലെങ്കിൽ ഗലക്റ്റിക്കോസ് എന്നൊക്കെ പറയുന്ന വമ്പൻ താരങ്ങളെ കൂടുതലായിട്ട് ആശ്രയിച്ച് ഇൻഡിവിജ്വൽ ബ്രില്യൻസിന്റെ പുറത്ത് ജയിക്കാമെന്നുള്ള ഒരു സിദ്ധാന്തം അദ്ദേഹം പൊളിച്ചെഴുതി അതിനനുസരിച്ച് ഒരു പുതിയ ഒരു നിരയെ വാർത്തെടുത്തു എന്നുള്ളതാണ്. കാരണം
ടീം ഒന്നടങ്കം അധ്വാനിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. അതിനനുസരിച്ച് താരങ്ങൾ ഗ്രൗണ്ടിൽ റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. റയൽ മാഡ്രിഡ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും സാബി അലോൺസോയെ സംബന്ധിച്ച് വലിയൊരു വർക്കാണ് അവശേഷിക്കുന്നത്. PSG ഒരു പെർഫോമൻസ് കിടലും തന്നെയായിരുന്നു, കൂടുതലൊന്നും പറയാനില്ല. എല്ലാ മേഖലയിലും അവർ റയൽ മാഡ്രിഡിനെ ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഇന്റർ മയാമി ഇതിലും മികച്ച രീതിയിൽ പൊരുതിയോ എന്നുള്ള ഒരു വാദമൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, റയൽ മാഡ്രിഡ് ശരിക്കും നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതിപ്പം എല്ലാവരും ആ രീതിയിൽ തന്നെയായിരുന്നു. നമുക്കൊരു സൊലേസ് അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്ന് പറയുന്ന പ്രകടനമൊന്നും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരു ടോട്ടൽ തോൽവി തന്നെയായിരുന്നു റയൽ മാഡ്രിഡ് PSG-ക്കെതിരെ. PSG ഇനിയും വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. അത്രയും ഡ്രീം ടീം എന്നുള്ള രീതിയിലാണ് അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഡിഫൻസിൽ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടേ, ഇപ്പം മാർക്വിനസിന്റെ കാര്യം പറഞ്ഞു, അതുകൂടാതെ ബെറാൾഡോയുടെ കാര്യം പറഞ്ഞു. പക്ഷെ ഹക്കീമിയും മെൻഡസും അവരുടെ പെർഫോമൻസ് സ്ഥിരതയോടെ നിൽക്കുകയാണ്. മെൻഡസ് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എങ്ങനെയാണ് അദ്ദേഹം ഈ മുന്നേറ്റ നിരയൊക്കെ കംപ്ലീറ്റ് ഡെമോളിഷ് ചെയ്യുന്നത് എന്നുള്ളത്. അതിന്റെ എക്സാമ്പിൾ ഇന്നലെയും നമുക്ക് കാണാൻ സാധിച്ചു. ഹക്കീമി ആണെങ്കിൽ ഡിഫൻസ് അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ അറ്റാക്കിൽ നടത്തുന്നു, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ഫാബിയൻ റൂയിസ് ആണ് ഒരു അൺസങ് ഹീറോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ PSG നിരയിൽ. ഇന്നലെ 2 കിടിലൻ ഗോളുകൾ നേടി. അത് മാത്രമല്ല, പലപ്പോഴും അദ്ദേഹം അങ്ങനെ ഒരു ഓവർ റേറ്റഡ് ആയിട്ട് വരുന്നില്ല പലപ്പോഴും. പക്ഷേ മികച്ച രീതിയിൽ സ്റ്റേബിൾ ആയുള്ള ഒരു പെർഫോമൻസ് എല്ലാം സ്പാനിഷ് താരത്തിന് PSG-ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വിറ്റീനി ആണെങ്കിലും ബാക്കി എല്ലാവരും, ഡെമ്പലയുടെ പെർഫോമൻസ് ഒന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഗോളിന് വഴിവെച്ച ആ ഒരു നീക്കം ഡെമ്പലയുടെ ഭാഗത്തു നിന്നായിരുന്നു. പിന്നീട് ഡെമ്പലെ സ്കോർ ചെയ്യുകയും ചെയ്തു. പിന്നെ ഗോൺസാലോ റാമോസ് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നിട്ട് അദ്ദേഹത്തിനും ഒരു ഗോൾ നേടാൻ സാധിച്ചു. ജോട്ടയ്ക്ക് ഒരു നല്ല പ്രണാമം അർപ്പിക്കാനും, പോർച്ചുഗീസ് ടീമിലെ സഹതാരത്തിന് ഒരു പ്രണാമം അർപ്പിക്കാനും, അല്ലെങ്കിൽ മുൻ സഹതാരത്തിന് ഒരു പ്രണാമം അർപ്പിക്കാനും ഗോൺസാലോ റാമോസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും PSG വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇപ്പോൾ ഫൈനലിൽ ചെൽസിക്കെതിരെ ഒരു മികച്ച മത്സരമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ PSG-ക്ക് വ്യക്തമായൊരു മുൻതൂക്കം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു കാര്യം വിട്ടുപോയി, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു വാദഗതിയുണ്ട്. അതായത് ഇത്തവണത്തെ ബലൻഡിയോർ ലെമിൻ യമാലിനോ ഡെമ്പലേക്കോ ഒന്നും അല്ല കൊടുക്കേണ്ടത്, ലൂയിസ് എൻറിക്കേക്കാണ്. അദ്ദേഹം നടത്തിയ മാജിക്, അതുകൊണ്ട് അദ്ദേഹത്തിന് ബലൻഡിയോർ കൊടുക്കണം എന്നുള്ളൊരു വാദം വളരെ തമാശയായിട്ടാണെങ്കിൽ പോലും അത് വളരെ സജീവമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എൻറിക്കെ തന്നെയാണ് താരം, അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.